മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ശിവൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും ഗവൺമെൻറ്റും സ്ഥല MLAയും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മറ്റ് MLAമാരെല്ലാം ഈ വിഷയത്തിൽ ഇടപെടുകയും പരമാവധി സഹായങ്ങൾ ചെയ്യുകയും എത്രയും പെട്ടെന്ന് ഈ അപകടത്തിൽ ഇരയായ ആൾക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തവരാണ്. ഇവിടെ ഒരു സ്കൂളിലാണെങ്കിൽ ഒരു ടീച്ചർ ഒഴികെ ബാക്കി എല്ലാവരും നമ്മെ വിട്ടുപോയി. അപ്പോൾ വളരെ അടിയന്തരമായി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആവശ്യത്തിലുള്ള ടീച്ചർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുക എന്നുള്ളതാണ്. സ്ഥല MLAയും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് കുട്ടികളാകെ തന്നെ ഒരു മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നതാണ്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സ അവിടെ കൊടുക്കും. അതല്ല, ചികിത്സ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നാട്ടിൽ ചികിത്സ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നാട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും ആശുപത്രിയിൽ ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി സഹായം നമ്മളെ വേർപെട്ടു പോയ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യങ്ങൾ ധരിപ്പിക്കുകയും അതിനുശേഷം ഒരു സമഗ്രമായിട്ട് ഒരു അന്വേഷണം നടത്തുന്നതുമാണ്. ഇത്തരം സംഭവങ്ങൾ ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില മുൻകരുതലുകളും മാനദണ്ഡങ്ങളും ആവശ്യമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ആലോചിക്കുന്നതാണ്. സ്ഥല MLA കൂടെ കാര്യങ്ങൾ പറയും. അല്ല, അത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. നമ്മുടെ പ്രധാനമായും നമുക്ക് ആവശ്യം അധ്യാപകരാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ്. കുട്ടികൾ വളരെ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അവരെ നമുക്ക് ഫേസ് ചെയ്യാൻ തന്നെ വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ അതിനൊരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അത് അദ്ദേഹത്തോട് സംസാരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതാണ് സന്തോഷമായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ നല്ലതാണ്. നമ്മുടെ നാടിനെ നടുക്കിയ ഒരു ദുരന്തമാണ്. ഒരു വിദ്യാലയത്തിലെ ഏതാണ്ട് ഒരു അധ്യാപക ഒഴിച്ച് ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു. കൂടാതെ യാത്ര പോയ 1-2 പേര് കൂടി നഷ്ടപ്പെട്ടത് തീർത്തും അപ്രതീക്ഷിതവും വളരെ ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു കാര്യമാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉണ്ടായ പ്രയാസം വളരെ വലുതാണ്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ സംയോജിതമായി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെന്റും ഒക്കെ എടുത്ത പൊതുദർശനം തുടരുകയാണ്. അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം അങ്ങനെ പുരോഗമിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ ആളുകൾ ഇങ്ങനെ വരിവരിയായി നടന്നുകൊണ്ട് അവരെ കണ്ട് അവസാനമായി ഒരു നോക്ക് കണ്ട് അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് യാത്രാമൊഴി നൽകുകയാണ്. അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക അത് സർക്കാരിനുമുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് കൗൺസിലിംഗ് അടക്കം, കാരണം ഈ ഒരു ആഘാതം ഉണ്ടാക്കിയ അവരുടെ മനസ്സിലുണ്ടാക്കിയ ഒരു മുറിവ് അത് ചെറുതായിരിക്കില്ല. അതിനൊരു കൗൺസിലിംഗ് അടക്കം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ ഇനിയിപ്പോൾ അടുത്ത അക്കാദമിക വർഷത്തിലേക്ക് പ്രാപ്തരാക്കുക എന്നുള്ളത് കൂടിയാണ്. മാത്രമല്ല, ഇത്രയും അധ്യാപകരുടെ ഒരു ഒഴിവ് അവിടെ വന്നിരിക്കുന്നു. അത് വളരെ പെട്ടെന്ന് നികത്തി അക്കാദമിക വർഷം പോകേണ്ടതുണ്ട്. അങ്ങനെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില നടപടികൾ കൂടി സർക്കാർ എടുക്കുകയാണ്. അതിനപ്പുറത്തേക്ക് വലിയ വേദനയോടുകൂടെ ഒരു അമ്പലപ്പറമ്പ് സ്കൂളിൽ പൊതുദർശനം അങ്ങനെ പുരോഗമിക്കുന്നു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, അപ്പോൾ മന്ത്രി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സർക്കാർ എടുക്കേണ്ട നടപടികളൊക്കെ എടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പൊതുദർശനം അതിങ്ങനെ വളരെ വൈകാരികമായി തന്നെ നടന്നു പോവുകയാണ്. വിങ്ങിപ്പൊട്ടി ഒരു നാടടക്കം ഒരു അമ്പലപ്പറമ്പ് സ്കൂളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനി എത്ര നേരം കൂടി പൊതുദർശനം നീണ്ടു നിൽക്കാനാണ് സാധ്യത?
ഇത് ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് 1 മണിക്കൂർ നേരത്തേക്കാണ് പൊതുദർശനം എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ, അതായത് ഈ പാങ് പ്രദേശത്ത് നിന്നും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ അവസാനം നോക്കി കാണുന്നതിന് വേണ്ടിയാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. അതൊരു പക്ഷേ ഇനി 1 മണിക്കൂറല്ല 2-3 മണിക്കൂർ നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിലും അതൊരു പക്ഷേ ഈ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ പൊതുദർശനം നീണ്ട് അത് അവസാനിപ്പിച്ച് ബാക്കിയുള്ളവർക്ക് പിന്നീട് കാണാനുള്ള അവസരം ഇല്ലാത്ത തരത്തിൽ ഇത് അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രയേറെ ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട് ഇവർ പഠിപ്പിച്ചത്. അതായത് ഈ അധ്യാപകരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരുണ്ട്. ഇവരെ പഠിപ്പിച്ച കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചവർ, അതായത് അവരുടെ രക്ഷിതാക്കളൊക്കെ തന്നെ, അങ്ങനെ നിരവധി ആളുകളാണ് ഇവർ ഏതെങ്കിലും തരത്തിൽ ഇവരുമായി ബന്ധമുള്ള എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരുമായി വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ്, വലിയ ആത്മബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഒന്നടങ്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ കാണുക എന്നുള്ളത് സാധ്യമാണോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഈ കുടുംബം അവരുടെ സംസ്കാര ചടങ്ങുകളടക്കം എത്രയും പെട്ടെന്ന് നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രമുഖരായ ആളുകൾ, മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഇനി ഒരു പക്ഷേ വലിയ ഒരു ക്രൗഡ് ഉണ്ടായാൽ പ്രദർശനം നീണ്ടുപോകാനുള്ള ഒരു സാധ്യത കണ്ടുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് പ്രദർശനം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഏതായാലും നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്.